വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ എന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എൻ്റെ ബ്രഷ് ചെയ്യലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ മാമർത്തിൻ്റെ ഒരു ഫേസ് വാഷ് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു വൈറ്റമിൻ സി ഫേസ് വാഷാണ്. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫേസ് വാഷ്. നല്ല ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നേരെ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ അധികവും എഴുന്നേറ്റ പാടെ അതേപോലെ കിടക്കുന്ന ടൈമിലും ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കുന്ന ഒരു സംഭവമാണ് ഫോൺ നോക്കുക എന്നുള്ളത്. കാരണം രാവിലെ തന്നെ എഴുന്നേറ്റ പാടെ ഞാൻ ഫോൺ നോക്കുമ്പം എൻ്റെ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു പോകും. കാരണം എങ്ങനെ ആയാലും ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നോക്കാൻ വേണ്ടിയിട്ടേക്കും ഞാൻ ഫോൺ എടുക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ എങ്ങനെ ആയാലും ആ നോക്കുന്ന കാര്യവും അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കി എങ്ങനെ ആയാലും അരമണിക്കൂർ അവിടെ ഇരുന്ന് പോകും. അതുകൊണ്ട് ഇപ്പം ഞാൻ അധികവും രാത്രി കിടക്കുന്ന ടൈമിലും അതേപോലെ രാവിലെ എഴുന്നേൽക്കുന്ന ടൈമിലും മാക്സിമം ഫോൺ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമുക്ക് അർജൻറ്റായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നോക്കല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. ആ ടൈമിൽ നോക്കുക എന്നല്ലാണ്ട് ഞാൻ നോക്കലില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കിച്ചണിൽ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് എനിക്ക് വെള്ളം കുടി എന്ന് പറയുന്നത് എൻ്റെ നിഘണ്ടുവിൽ പോലും ഇല്ലാത്തൊരു സംഭവം. കാരണം ഞാൻ അത്രക്കും മടിയാണ് എനിക്ക് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ പാടെ വേഗം കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു സ്കിൻ കെയർ പരിപാടിയിലോട്ട് നീങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ കുറച്ചായിട്ട് അത്യാവശ്യം നല്ലോണം സ്കിൻ കെയർ നോക്കലുണ്ട്. ഞാൻ കുറച്ച് കാലം മുന്നേ വരെ, കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ അതിന് മാത്രമൊന്നുമില്ല, ഈ റീസെൻ്റ് ആയിട്ടാട്ടോ ഞാനിങ്ങനെ സ്കിൻ കെയറൊക്കെ മാക്സിമം നോക്കൽ തുടങ്ങിയത്. കാരണം എൻ്റെ സ്കിൻ അത്യാവശ്യം നല്ലതുപോലെ അലമ്പായിട്ടുണ്ടായിരുന്നു. ഇവിടെ തണുപ്പായപ്പം നല്ല അലമ്പായി. പിന്നെ ചൂടാകുമ്പോൾ ഒന്ന് റെഡിയാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചൂടായിട്ടും അതിനങ്ങനെ കാര്യമായ മാറ്റങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ വരണ്ട ഭൂമിയിലോട്ട് എന്തെങ്കിലും കുറച്ച് വെള്ളത്തിൻ്റെ അംശം നൽകാം എന്ന് ഞാൻ കരുതിയിട്ട് കുറച്ച് സ്കിൻ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എന്നെപ്പോലെ പണ്ടത്തെ എൻ്റെ പോലെ ഒട്ടും സ്കിൻ കെയർ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. കാരണം കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു കാരണം ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ് സ്കിന്നിൻ്റെ അലമ്പ്. കാരണം അത്രക്കും വൃത്തികെട്ട ഒരു സ്കിന്നായി മാറിക്കൊണ്ടിരിക്കുക. ഇത് ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഈ ചെയ്യുന്നത് കുറച്ച് കാലം മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര അലമ്പാവില്ലേനും. സോ നിങ്ങളെല്ലാവരും ആരെങ്കിലും ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മോയ്സ്ചറൈസർ എങ്കിലും ഇടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ വേറെ ഒന്നും, അതായത് ഇത്രയും സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ കഴിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മോയ്സ്ചറൈസർ എങ്കിലും സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം കുറച്ച് കാലം വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുറച്ച് കണ്ട് കഴിയുമ്പോൾ, അതായത് ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്റ്റേജിൽ എനിക്കിതൊന്നും ഇല്ലാണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രക്കും ഇനി ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഇനി എന്താ അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു ഇത് കൊണ്ടാണോ എന്നറിയില്ല. എങ്കിലും ഞാൻ ഈ നാട്ടിൽ പോയാലും ഞാൻ കണ്ടിപ്പാ ചെയ്യുന്നൊരു പരിപാടി ഇരിക്കും ഈ സ്കിൻ കെയർ. സോ നിങ്ങളാരും ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. കാരണം സ്കിൻ അത്രയും അലമ്പായിട്ട് ഇതൊക്കെ ട്രൈ ചെയ്യുന്നതിലും ബെറ്റർ ആദ്യം മുതലേ കുറച്ചായിട്ട് സ്കിൻ കെയർ പരിപാടീസൊക്കെ നോക്കുന്നതായിരിക്കും എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പഠിച്ചൊരു സംഭവം കേട്ടോ. അങ്ങനെ ആ സ്കിൻ കെയർ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഞാനിന്നൊരു അവക്കാഡോ സ്മൂത്തി അടിക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പൊതുവേ അങ്ങനെ രാവിലെ എനിക്ക് ചില ദിവസം എനിക്ക് എന്തെങ്കിലുമൊക്കെ നല്ലതുപോലെ കഴിക്കാനൊക്കെ തോന്നും. അങ്ങനത്തെ ദിവസങ്ങളിൽ മാത്രമേ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കലുള്ളൂ. ബാക്കി എൻ്റെ മോന് എന്തെങ്കിലും ഒരു ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. കാരണം മോന് ഏറ്റവും ഇഷ്ടമുള്ളത് ദോശ ആയതുകൊണ്ട് ഞാനും കഴിച്ചില്ലേ. അങ്ങനെ ഞാൻ ദോശ ഓൾറെഡി ഞാൻ ഫ്രിഡ്ജിൽ അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു അവക്കാഡോ സ്മൂത്തിയും പിന്നെ ബ്രെഡിൽ കുറച്ച് ന്യൂട്രലൊക്കെ തേക്കുക എന്നൊക്കെ കരുതി ഞാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ അവക്കാഡോ ഒന്ന് സ്കൂപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട്, എൻ്റെ ഇവിടെ പാല് കുറവായിരുന്നു, അപ്പോൾ ഉള്ള പാല് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ബ്രെഡിൽ കുറച്ച് ന്യൂട്രലൊക്കെ തേച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഓംലെറ്റൊക്കെ അടിച്ചിട്ട് കൂട്ടി കഴിക്കുക എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് അതുപോലും ഉണ്ടാക്കാനുള്ളൊരു ഇന്ന് പൊതുവേ എന്താണെന്ന് എനിക്കറിയില്ല, ഭയങ്കര മടിയുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഇതിൽ
ഒപ്പിക്കാം. അങ്ങനെ ഞാൻ അതാ 2 ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ന്യൂട്ടല, ഞാൻ ഈ ഒരു ന്യൂട്ടല വാങ്ങിയിട്ട് എനിക്കൊന്ന് ഒരു മാസം പോലും ആയിട്ടില്ല. എനിക്കറിയാം ഇതങ്ങനെ കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലതല്ല, പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ എൻ്റെ മോന് പോലും ഇങ്ങനെ കഴിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. അത്രത്തോളം ഞാനിപ്പം ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു സംഭവമാണ് ന്യൂട്ടല്ല. എനിക്ക് ചില ദിവസം നമ്മൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും മധുരം തോന്നാവും. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ തിന്നുന്ന സാധനം ന്യൂട്ടല്ല. അങ്ങനെ ഫുൾ ടൈം ഇപ്പോൾ തിന്നുകൊണ്ട് നിൽക്കുന്ന ഒരു മെയിൻ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും ന്യൂട്ടല്ലയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു മാസത്തെ കാലയളവ് പോലും കിട്ടിയിട്ടില്ല. അതിൻ്റെ മുന്നേ അത് ഏറെക്കുറെ കഴിഞ്ഞു തുടങ്ങി. ഇനി അതിൻ്റെ അടിയിലെന്തോ ഒരു ഇത്തിരി എന്തേ ഉള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് എവിടെയോ എത്തിപ്പോയി, ഉച്ചക്കത്തെ ഫുഡിൽ വരെ എത്തിപ്പോയി. അങ്ങനെ ഞാനിതാ ഇതിൻ്റെ മേലെ കുറച്ച് ബദാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു തിന്നാനൊരു ത്വര വരുമല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കുറച്ച് ബദാമൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് എൻ്റെ ഫേവറേറ്റ് പ്ലേസിലോട്ട് ഒന്ന് കാമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ ആ ടൈമായപ്പം എൻ്റെ മോനെ ഞാൻ വേഗം കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അത്യാവശ്യം നല്ല ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിന്നിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറച്ച് എഡിറ്റിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താക്കി, ഓനെ വേഗം കിടത്തി ഉറക്കി. കാരണം ഓൻ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് നല്ല എന്താ പറയുക നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് 5 മണി എന്തോ ആയപ്പോഴാണ് പോകാനുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ എഴുന്നേറ്റുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ അവനെ വീണ്ടും കിടത്തി ഉറക്കി. അതിന് ശേഷമാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ എൻ്റെ അവക്കാഡോ ജ്യൂസിൻ്റെ മേലെയും ഞാൻ കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല പീസ്ഫുള്ളായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് എനിക്കിപ്പം ഈ വീട്ടിൽ ഏറ്റവും കൂടുതലൊരു പീസ്ഫുൾ സ്പേസ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും എൻ്റെ ഈ ഒരു ടേബിളാണ്. എനിക്കറിയില്ല, എനിക്കിവിടെ ഞാൻ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും ജസ്റ്റ് ഒരു 2 മിനിറ്റ് ക്യാൻഡിലൊക്കെ എത്തിച്ച് ഞാൻ അധികം സെൻറ്റഡ് ക്യാൻഡിൽസാണ് ഇവിടെ വാങ്ങലുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്മെല്ലൊക്കെ ചെയ്ത് ഒരു 2 മിനിറ്റ് ഇരുന്നാൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു പീസ്ഫുൾ മൊമെൻ്റാണ്. അങ്ങനെ അതാ എൻ്റെ ടേബിളിലൊക്കെ അത്യാവശ്യം നല്ലോണം ലൈറ്റൊക്കെ വന്നു തുടങ്ങിയിട്ടോ. ഇവിടെ ഈ റൂമിലാണ് പിന്നെയും അത്യാവശ്യം കുറച്ചെങ്കിലും ലൈറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ലൈറ്റ് കാണുമ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷമാണ്. മറ്റേ ഞങ്ങൾ മുന്നേ നിന്നിരുന്ന വീട്ടിൽ അത്യാവശ്യം നല്ല ഇരുട്ടായിരുന്നു കേട്ടോ വീട് കംപ്ലീറ്റ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല ലൈറ്റൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷനായിരുന്നു. പിന്നെ ഈ ഒരു ടേബിളിൻ്റെ ഈ ഒരു ഏരിയയിലാണ് പിന്നെ ഏറ്റവും കൂടുതൽ ലൈറ്റ് കിട്ടുന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്കിവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇരിക്കാൻ തന്നെ എനിക്കൊരു ഓക്കെ കുറച്ച് നേരം ഒന്ന് സമാധാനമായിട്ടിരിക്കാം എങ്കിൽ ഇവിടെ ഇരിക്കാം എന്നൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്നത് തന്നെ ഞാൻ ഈ ഒരു സ്ഥലത്താട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ചെറുതായിട്ടൊരു ജേർണലിംഗ് എന്ന് പറയാൻ പറ്റില്ല, ടു ഡു ലിസ്റ്റ് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറയില്ല, ഇന്ന് എനിക്ക് നല്ല മടിയുള്ള ദിവസമായിരുന്നു. അപ്പം ഒന്ന് എന്തെങ്കിലും കാര്യമായിട്ട് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങളോട് പെൻഡിങ് ആണ്. ക്ലീനിങ് ആയാലും പിന്നെ ഡ്രസ്സ് വാഷ് ചെയ്യാനും എന്തൊക്കെ ഉണ്ട്. അപ്പം ഞാനതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ വെള്ളം കൂടി, അതെനിക്ക് വളരെ ബാക്കിലാണ്. അപ്പം അതൊക്കെ ഞാൻ ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനെന്താ ഡ്രസ്സ് വാഷ് ചെയ്യാനും ക്ലീനിങ്ങും അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് റെഡി ആക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് പരിപ്പ് താളിച്ചതും പിന്നെ ബീട്രൂട്ട് ഉപ്പേരും ഉരുളക്കിഴങ്ങും കേട്ടോ. എനിക്ക് നല്ല മടിയുണ്ടേനി ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ വേഗം പരിപ്പ് താളിച്ചിട്ട് ആ പരിപാടി അങ്ങോട്ട് അതോടുകൂടി സ്റ്റോപ്പാക്കിയത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചിക്കൻ സമൂസ ഉണ്ടാക്കുക എന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് എന്തെങ്കിലും പലഹാരം കഴിക്കാനുള്ള ക്രേവിങ്സ് ഉണ്ട്. ഞാൻ എന്താക്കി വേഗം മുട്ട ഫില്ല് ചെയ്തിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, മുട്ട പപ്സ് എന്നൊന്നും അതിന് പറയൂല, അത് വേറെ ഇത് വേറെ എന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റേതായ മുട്ട പപ്സ് ഉണ്ടാക്കി കഴിക്കാം എന്ന് കരുതി. കാരണം ആ ചിക്കൻ ഇപ്പം കുക്കറിലിട്ട് വേവിച്ച് ഒക്കെ കുറേ പണിയാണല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ വേഗം മുട്ട കൊണ്ട് പോയിങ്ങ, എന്നിട്ട് ഇത് വേഗം സെറ്റാക്കിയിട്ട് ഒരു ചെറിയ മുട്ട പപ്സ് പോലെ ഉണ്ടാക്കാം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിന് ഓയിലും പിന്നെ ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 2 മുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ വലിയൊരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ എന്താ പറയുക ചിക്കൻ മസാല,
അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഇവിടെ വല്ലാണ്ട് എണ്ണയിലല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കൂടുതലായിട്ട് എണ്ണ യൂസ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് മാത്രമേ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അതായത് ചിലർക്ക് അത്യാവശ്യം കുറച്ചും കൂടി ഓയിലി ആയിരിക്കുന്നത് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ ഞാനിവിടെ എന്താ പറയുക കുറച്ച് ഓയിലിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതവിടെ മാറ്റി വെക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് ചൂടാറി കഴിഞ്ഞാലാണല്ലോ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതൊന്ന് ചൂടാറുന്ന ടൈമുണ്ട് എന്താ പറയുക ഞാനിവിടെ മാവ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല ചൂടുവെള്ളത്തിലാണ് അധികം കുഴക്കൽ. അതാകുമ്പോൾ മാവിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. സോ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും കുഴക്കുന്നുണ്ടാവുക. ഞാൻ ആരെങ്കിലും അങ്ങനെ അല്ല കുഴക്കുന്നത് എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ തന്നെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. കാരണം മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആവട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഴക്കൽ നമ്മൾ നല്ല രീതിക്ക് ഈ ചൂടുവെള്ളത്തിലൊക്കെ ഒഴിച്ചിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവ് അത്രയ്ക്കും അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ പ്രസ്സിലേനു കേട്ടോ എന്താ പറയുക ഇത് പരത്തിയിട്ടുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇതുണ്ടല്ലോ അതിലിരുന്ന് പരത്തുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. കാരണം ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ അതിൻ്റെ ആ ഒരു ഇത് ഭയങ്കര ഹാർഡ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി കട്ടിയുള്ള പോലൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ പരത്തുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ അത് കുറച്ചും കൂടി നല്ലോണം തിന്നാവും. അപ്പോൾ കുറച്ചും കൂടി കഴിക്കാൻ വേണ്ടി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് കുറച്ചും കൂടി കട്ടിയായ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ എന്നെപ്പോലെ മടി ഉള്ളവർ ഇങ്ങനെ തന്നെ ചെയ്യാം, മടിയില്ലാത്തവർ കുറച്ചും കൂടി പരത്തി ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞാനിതാ ഇതിൽ കുറച്ച് മസാലയും മുട്ടയും ഒക്കെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ നമ്മുടെ ഉഡായിപ്പ് എന്താ പറയുക പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നല്ലൊരു ആസ്തറ്റിക് മോഡായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ക്യാൻഡിൽസൊക്കെ എത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അത് ഞാൻ ഇരുന്ന് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയിട്ടുണ്ടായിരുന്നു. അപ്പം പുറത്ത് നോക്കിയപ്പോഴാണെങ്കിൽ അടിപൊളി നിലാവിൻ്റെ വെളിച്ചവും ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. കണ്ടോ നല്ല നിലാവുള്ളൊരു ദിവസമായിരുന്നു. പിന്നല്ലേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളധികം സാധനം ഇവിടെ നെസ്റ്റോയിൽ തന്നെ വന്നിട്ടാണ് വാങ്ങലുള്ളത്. അപ്പം ഇത്തവണ അത്യാവശ്യം നല്ലോണം സാധനങ്ങളൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കൂടുതലായിട്ടൊന്നും വാങ്ങാനും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഞാനിപ്പോൾ ഏറിപ്പോൾ ഒരു 10-12 ദിവസം ഉണ്ടാവും. അതും കൂടി കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്താനായല്ലോ. സോ ഞാനങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വന്നു. എന്നിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു എന്താ പറയുക ഗ്രീൻ പീസും അതേപോലെ മുട്ടൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കൊബ്ബൂസും കൂടിയും കൂട്ടിയിട്ട് രാത്രിക്കത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വരുമ്പം ഒരു പെപ്സി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ രാത്രിക്കത്തെ ഫുഡ്. അപ്പോൾ അല്ലേ വീണ്ടും ഞാൻ പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതേപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടുള്ളൂ.